ബീഫ് കറിയുടെ അതേ ടേസ്റ്റിൽ ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് തന്നെ കടല നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി. നമുക്ക് മുളക് പൊടിക്ക് എരിവ് കൂടുതലാണെങ്കിൽ കുറച്ച് കൂടുതലും മല്ലിപ്പൊടി ചേർക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ മതി. കറിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാം. ഇനി ഈ കടല ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. ഇത് നമ്മൾ വേവിച്ച കുറച്ച് കടലയാണ്. ഈ കടലയും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് അരച്ചെടുക്കുവാണ് പേസ്റ്റ് പോലെ. എന്നിട്ട് നമുക്കിത് ആ കറിയിൽ ചേർക്കാം. കടലയിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ കടല അരച്ച പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഈ കടലക്കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണേ. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു കടലക്കറി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലേ? ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. നമ്മുടെ കടലക്കറി അവസാനമായി തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടിയും ഗരം മസാല പൊടിയും ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി മസാല ഇട്ടാണ് കടുക് വറുത്തപ്പോൾ എടുത്തത്. അങ്ങനെ നമ്മുടെ തിക്ക് ഗ്രേവിയോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.